അപ്പോൾ ഇതാണ് നമ്മളെ കല്യാണ ഫോട്ടോ കേട്ടോ. അപ്പോൾ എന്താണ്ടില്ലേ കൈൻ്റെ മുകളിൽ വളൊക്കെ കാണുന്നുണ്ടോ? ഇത്രയും വളകളും ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ 50 പവൻ അവരുദ്ദേശിച്ച പോലെ 50 പവൻ്റെ സ്വർണ്ണമൊന്നും നമുക്ക് ഉണ്ടായിരുന്നില്ല. അപ്പോൾ ആ ഒരു ഇഷ്യൂസിൻ്റെ പേരിലാണ് നമ്മൾ ഇത്രയും പീഡനം, ഇത്രയും അനാവശ്യങ്ങളും മോശത്തരങ്ങളൊക്കെ അനുഭവിക്കേണ്ടി വരുന്നത് കേട്ടോ. ആ ഒരു നമ്മൾ അനുഭവിച്ചത് നമുക്കല്ല അറിയാൻ പറ്റുള്ളൂ. നമ്മളെ ജീവിതത്തിൽ നമ്മൾ ആ ഒരു ഏജിൽ, അതായത് ഒരു 18 വയസ്സ് പ്രായത്തിൽ അനുഭവിക്കുമ്പോൾ ഒരു കുട്ടി ജീവിതത്തേക്ക് കാലെടുത്ത് വെക്കുമ്പോഴാണ് ഇതൊക്കെ അനുഭവിക്കേണ്ടി വരുന്നത്. അതാണ് ഏറ്റവും കൂടുതൽ വേദനിപ്പിക്കുന്നത്. പക്ഷെ നമ്മളൊന്നത് ഇതായിട്ടില്ല, ജീവിതത്തിൻ്റെ ഒരു ഇതൊന്നും അറിയാനായിട്ടില്ല. പഴയ കാലം എന്ന് പറഞ്ഞാൽ പഴയ അന്നത്തെ പെൺകുട്ടികൾക്കൊന്നും ഒരു തൻ്റെടോ കാര്യങ്ങൾ അറിയാനുള്ള ഒരു പക്വതായിട്ടുണ്ടാവില്ല. ആ ടൈമിലാണ്. ഹായ്, അസ്സലാമു അലൈക്കും. എല്ലാ കൂട്ടുകാർക്കും നമ്മളെ കൊച്ചു വീഡിയോയിലേക്ക്, സുഹറ വ്ളോഗിലേക്ക് സ്വാഗതം. നമ്മളെ സപ്പോർട്ട് ചെയ്യുന്ന എല്ലാ കൂട്ടുകാർക്കും ഒരുപാട് താങ്ക്സ് പറയാണ് ആദ്യമായിട്ട് തന്നെ. അപ്പോൾ നമ്മളെ സപ്പോർട്ട് ചെയ്യുന്ന കട്ടക്ക് നിൽക്കുന്ന കുറേ സബ്സ്ക്രൈബേഴ്സ് ഉണ്ട്, കുറേ ഇത്താത്തന്മാരുണ്ട്, കുറേ ഇക്കാക്കന്മാരുണ്ട്, കുറേ സഹോദരന്മാരുണ്ട്. അപ്പോൾ എല്ലാവരോടും താങ്ക്സ്. പിന്നെ നിങ്ങളൊക്കെ ഒരു സപ്പോർട്ടും നിങ്ങളൊക്കെ നല്ല നല്ല വാക്കുകളും സാന്ത്വന വാക്കുകളും നിങ്ങളിടുന്ന കമൻറ്റുകളൊക്കെ ഞാൻ കാണുന്നുണ്ട്. നല്ല നല്ല കമൻറ്റുകൾ. സാരമില്ല, വിഷമിക്കണ്ട, ഒക്കെ ശരിയാവും. അതെ, ഒക്കെ ശരിയാവും എന്നുള്ളൊരു ആത്മവിശ്വാസത്തിൽ ജീവിക്കുന്ന ഒരാളാണ്. ആത്മവിശ്വാസം ഇല്ലെങ്കിൽ നമ്മൾ ഇത്രയും ഇവിടെ എത്തില്ലല്ലോ. നീണ്ട 20 വർഷങ്ങൾ കഴിഞ്ഞു നമ്മളെ ജീവിതത്തിലെ. 20 അല്ല 23 വർഷം കഴിഞ്ഞു. ഈ 23 വർഷത്തിനകത്ത് ഞാൻ ഒരുപാട് സുഖങ്ങളും ദുഃഖങ്ങളും എല്ലാ അനുഭവങ്ങളും നമുക്ക് നേരിട്ടിട്ടുണ്ട്. അതൊക്കെ നമ്മൾ ജീവിതത്തിൽ എല്ലാവർക്കും ഉള്ളതാണ്. നമ്മൾ വിചാരിക്കും നമുക്ക് മാത്രങ്ങളുള്ളൂ വിഷമങ്ങളെന്ന്. അപ്പോൾ എന്നോട് ഓരോരുത്തരും നമ്മൾ പരിചയപ്പെടുന്ന ഓരോ പെൺകുട്ടികളും എൻ്റെ അടുത്ത് വിഷയങ്ങൾ പങ്കുവെക്കാറുണ്ട്. അവർക്ക് ഒരു മോട്ടിവേഷനായിട്ട് ഞാൻ നിന്ന് കൊടുക്കാറുണ്ട്, നമ്മൾ സംസാരിക്കാറുണ്ട്. നീ നോക്ക്, നമ്മളെ ജീവിതത്തിൽ ഞാൻ ഇത്രയും അനുഭവിച്ചിട്ടുണ്ട്, നിൻ്റെത് അത്ര ഒന്നുമില്ല. അപ്പോൾ ഇത് സർവ്വസാധാരണമാണ് ഒരു പെൺകുട്ടികളുടെ ലൈഫിൽ. സർവ്വസാധാരണം എന്ന് പറഞ്ഞാൽ ചിലർക്ക് മാത്രമേ, എല്ലാവർക്കും ഉണ്ടെന്നല്ല. ചിലർക്ക് നല്ല ലൈഫായിരിക്കും, ചിലർക്ക് നല്ല ജീവിതം കിട്ടും. അതൊക്കെ എന്താ പറയുക, പണ്ടത്തെ കാലങ്ങളിൽ പറഞ്ഞ നിൻ്റെ തലയിലെത്തുമായിരിക്കും. പക്ഷേ ഒന്നുണ്ട്, തലയിലെത്ത് കുറച്ചൊക്കെ നമുക്ക് നമ്മളെ കുടുംബത്തിൽ നിന്നും നമ്മളെ എന്താ പറയുക ചുറ്റുപാടുള്ളവരിൽ നിന്നും കിട്ടുന്നതാണ്, അനുഭവങ്ങളാണ്. ചില പെൺകുട്ടികൾക്ക് പ്രത്യേകിച്ച് അനുഭവങ്ങൾ വരാനുള്ള കാരണം വെച്ചാൽ നമ്മൾ രക്ഷിതാക്കൾ നമ്മൾ സംരക്ഷിക്കാൻ കഴിവുള്ളവരായിരിക്കും. നമ്മളെല്ലാ കാര്യങ്ങളും കൊണ്ടുനടക്കാനുള്ള കഴിവ് വേണം. അപ്പോൾ കുറേയൊക്കെ ജീവിതത്തിൽ നിന്ന് അങ്ങനെ ഒരു മാറ്റങ്ങൾ വരാം. അവർക്ക് നല്ലൊരു ഭാവി, അവർക്ക് വിദ്യാഭ്യാസം കൊടുക്കണം, നല്ലൊരു ജീവിതം ഉണ്ടാക്കി കൊടുക്കണം, അവരൊരു വീട് വരെ ആക്കി കൊടുത്ത് നല്ലൊരു ഭാവിയിലേക്ക് എത്തിച്ചു കൊടുക്കണം എന്നൊക്കെയുള്ള ചിന്താഗതിയുള്ള രക്ഷിതാക്കളുണ്ടാവും. എല്ലാ കാര്യത്തിനും കെയറിങ് ചെയ്യുന്ന, അതേപോലെ ഓരോ സമയത്തും മക്കൾക്ക് കൊടുക്കേണ്ട ഉപദേശങ്ങൾ, തണൽ, ഓരോ കാര്യങ്ങൾ. പക്ഷേ എൻ്റെ ജീവിതത്തിൽ എനിക്ക് അങ്ങനെ സന്ദർഭം കിട്ടിയില്ല. അങ്ങനെ ഒരു അവസ്ഥയിലല്ലായിരുന്നു എൻ്റെ ലൈഫ്. ഉപ്പ എനിക്ക് 8 വയസ്സ് 9 വയസ്സുള്ളപ്പോൾ മരണപ്പെട്ടു. ഈ 8-9 വയസ്സുള്ളപ്പോഴാണ് എൻ്റെ മകനെ എന്നിൽ നിന്ന് നടത്തി മാറ്റിക്കൊണ്ടുപോയത്. അപ്പോൾ കല്യാണം കഴിഞ്ഞ് ഞാൻ വീട്ടിൽ നിൽക്കുമ്പോൾ എൻ്റെ കുട്ടീനായിട്ട് നിൽക്കുക, ഇടയ്ക്കിടയ്ക്ക് ഹസ്ബൻഡ് വന്നിട്ട് ഞാനില്ലാത്ത ടൈം നോക്കിയിട്ട് ഞാൻ അങ്ങാടിയിലേക്കോ ബന്ധു വീട്ടിലേക്കോ ഒക്കെ പോകുന്ന ടൈം മോനെപ്പോഴും നമ്മളെ കൂടെ വരില്ല. അവന് വീട്ടിലിരിക്കാനാണ് ഇഷ്ടം. ഒരു പാവമായിരുന്നു അവൻ. വികൃതി കാര്യങ്ങളൊന്നുമില്ല, നമ്മളെ കൂടെ അങ്ങനെ ഇറങ്ങി വരണമെന്നൊരു വാശിയില്ല. അമ്മമ്മയുടെ അടുത്ത് അവിടെ ഇരിക്കും വീട്ടിൽ. അവർക്കുള്ള ഫുഡ് കാര്യങ്ങൾ, എൻ്റെ കളിച്ചിരി. എൻ്റെ അമ്മ കൂടുതൽ സ്പെൻഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് എൻ്റെ മൂത്ത മോൻ്റെ കൂടെ ആയിരിക്കും കേട്ടോ. അപ്പോൾ അവന് നല്ല ഇഷ്ടമായിരുന്നു. ആദ്യമായിട്ട് ഒരു പേരക്കുട്ടീനെ ലാളിക്കാൻ കിട്ടുമല്ലേ. അപ്പോൾ കുട്ടികളതിനൊക്കെ അമ്മക്ക് ഇഷ്ടമാണ്. അസുഖം വരുന്ന ടൈമിലുള്ളൂ അങ്ങനെ ഒരു മൈൻഡില്ലായ്മ. ജീവനായിരുന്നു. എൻ്റെ മോനക്ക് പ്രസവിച്ചിട്ട് 40 സ്വർണം വരെ വീട്ടിൽ വന്നപ്പോൾ എടുത്തു കൊടുത്ത ആളാണ് എൻ്റെ അമ്മ.
കഴുത്തിലേക്ക് മാല വരുന്നുണ്ട്. ആ മാല അടക്കം ഈ ഹസ്ബൻഡ് കൊണ്ടുപോയി വിറ്റു. മാല ഉണ്ടായിരുന്നു, കാലിൻ്റെ മുകൾക്ക് ഉണ്ടെടുത്തിട്ടുണ്ടായിരുന്നു, അരയിൽക്കും ഉണ്ടായിരുന്നു. അപ്പോൾ അമ്മയുടെ പെൻഷൻ്റെ പൈസ ഭയങ്കര കെട്ടിട്ടുണ്ടായിരുന്നു. ആ പൈസ ഒക്കെ എടുത്തിട്ടാണ് എൻ്റെ അമ്മ സ്വർണ്ണം ഉണ്ടാക്കി കൊടുത്തിട്ടുണ്ട്. എൻ്റെ അമ്മേൻ്റെ പഴയ മോതിരം ഇതൊക്കെ ഉണ്ടായിരുന്നു. അതൊക്കെ എടുത്ത് വിറ്റാണ്ട് എൻ്റെ അമ്മ ആരംഭക്കുട്ടി ഉണ്ടാവുമല്ലേ, അപ്പോൾ പ്രസവിച്ച് നിൽക്കുന്ന ടൈമിൽ നോക്കാനും അമ്മക്ക് കഴിഞ്ഞില്ല. ഞാൻ ഭർത്താവിൻ്റെ വീട്ടിലാണ് പ്രസവിച്ച് കിടന്നത്. പിന്നെ ഭർത്താവിൻ്റെ വീട്ടിലും മൂത്തച്ഛൻ്റെ വീട്ടിലായിരുന്നു. തറവാട്ടിൽ മൂത്തച്ഛയും എൻ്റെ 1 മാസം മുന്നേ പ്രസവിച്ച് കിടക്കുകയായിരുന്നു. അപ്പോൾ രണ്ടാൾക്കുള്ള കിടക്കാനുള്ള സൗകര്യം ആ വീട്ടിലില്ലായിരുന്നു. പിന്നെ രണ്ടാമത്തെ മൂത്തച്ഛനും മക്കളും അവിടെ ഉണ്ട്. മൂത്തച്ഛനും 4 മക്കളും ഉണ്ട്. അപ്പോൾ ചെറിയൊരു കൊച്ചു വീടാണ്, 2 റൂമുള്ളൊരു വീടായിരുന്നു. ഒരു ഹാളും ചെറിയൊരു ഉമ്മറും ഒരു ഓടിട്ട വീട്, പഴയ കാലത്തെ ഒരു ഓടിട്ട വീട്, സാധാരണ ഒരു വീടായിരുന്നു. അങ്ങനെ ഒരു റൂമിൽ മുത്തച്ഛനും മക്കളും പിന്നെ വിവാഹം കഴിയാത്ത ഒരു അനിയനും ഉണ്ടായിരുന്നു. പിന്നെ എൻ്റെ നേരെ 4ാമത്തെ മൂത്തച്ചിയായിരുന്നു പിന്നെ വീട്ടിലുണ്ടായിരുന്നത്. 3ാമത്തെ മൂത്തച്ചിയും മൂത്ത മൂത്തച്ഛനും വേറെ പോയിട്ടുണ്ട്. അപ്പോൾ ഈ 3ാമത്തെ മൂത്തച്ചിയുടെ വീട്ടിലായിരുന്നു എൻ്റെ കല്യാണ ടൈമിലാണ് ആ മൂത്തച്ചി വേറെ വീടെടുത്തിട്ട് വീട് മാറി താമസിക്കുന്നത്. കാരണം എല്ലാവർക്കും കൂടി പിന്നെ വീട്ടിൽ നിൽക്കാനുള്ള സ്ഥലമല്ല. അപ്പോൾ കല്യാണത്തിൻ്റെ ടൈം അടുത്തായിരുന്നു വീടെടുത്ത് എടുത്ത് വാങ്ങിയതാണ്. അപ്പോൾ ഞാൻ മൂത്തച്ഛൻ്റെ വീട്ടിലാണ് ഉണ്ടായിരുന്നത് പ്രസവിച്ചെടുക്കുന്ന സമയത്ത്, എൻ്റെ ഉമ്മാൻ്റെ അടുത്തല്ല. കാരണം ഉമ്മാക്ക് കഴിയൂല, സുഖമില്ലാത്ത ഒരാളാണ്. ഉമ്മാൻ്റെ അടുത്തിൻ്റെ ഉമ്മയുടെ ഉമ്മ ഉണ്ടായിരുന്നു, വയ്യാത്ത വല്യമ്മ ഉണ്ടായിരുന്നു. വല്യമ്മാനെ ഞങ്ങളാണ് നോക്കിയിട്ടുള്ളത്. അങ്ങനെ മൂത്തച്ഛൻ്റെ വീട്ടിലായിരുന്നപ്പോൾ അവിടുന്ന് ഞാൻ ഒരുപാട് ഫേസ് ചെയ്യേണ്ടി വന്നതാണ്. അവിടെ തന്നെ ഞാൻ റെസ്റ്റ് എടുത്തിക്കണം, ബെഡ് റെസ്റ്റ് ആയിട്ട് ഹോസ്പിറ്റലിൽ നിന്ന് 2 മാസം കിടന്നിട്ട് എനിക്ക് ഇളകാൻ പാടില്ലേ, തിരിയാൻ പാടില്ല, നിൽക്കാൻ പാടില്ല, അങ്ങനത്തെ അവസ്ഥയായിരുന്നു. ചെറിയൊരു പെൺകുട്ടിയല്ലേ, 18-19 വയസ്സിൽ ഗർഭം ധരിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് ബുദ്ധിമുട്ടുകൾ ആ പെൺകുട്ടി അനുഭവിക്കണം. കുറച്ചൊക്കെ ഒരു ഏജ് ആയിട്ട് കല്യാണം കഴിക്കുന്നതാവും ഗർഭിണിയാവുന്ന നല്ലത്. മിനിമം 23 വയസ്സ് കഴിഞ്ഞിട്ടെങ്കിലും. അങ്ങനെ ഞാൻ അവിടെ റെസ്റ്റിൽ പ്രസവിച്ചെടുക്കുമ്പോഴും ഞാൻ ഒരുപാട് ഇത് കേൾക്കേണ്ടി വന്നിട്ടുണ്ട്. മൂത്തച്ഛന് ഗൾഫിലേക്ക് ഫോൺ ചെയ്യുമ്പോൾ അതില്ല ഇതില്ല, കരച്ചിലും നിലവിലും. നമ്മളെ മുന്നിൽ വേറെ ഒരു ഫെട്ടായിരുന്നു. കറണ്ട് ബില്ല് കുറക്കാൻ വെള്ളം കോരലും ഫാന് കാര്യങ്ങളൊന്നും അധികം യൂസാക്കില്ല. ഞാൻ ചൂടുകാലത്താണ് റമദാൻ മാസത്തിൽ, ഇതേ ടൈം മാസത്തിൽ, അന്ന് ജൂണിലേക്കായിരുന്നു എൻ്റെ പ്രസവം. മഴയൊക്കെ തുടങ്ങുന്നൊരു ടൈമാണ്, ഭയങ്കര ചൂടായിരുന്നു. ചൂടെടുത്തിട്ടൊന്നും നമുക്ക് കിടക്കാൻ കഴിയില്ല. അപ്പോൾ കറണ്ടിനും ഒക്കെ ഭയങ്കര പിശുക്കത്തിലൊക്കെ നമ്മൾ സ്വന്തം വീട്ടിലും ഉമ്മാൻ്റെ അടുത്താണെങ്കിൽ നമുക്കതൊന്നും ഫേസ് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. എന്നാലും നോക്കിയില്ല എന്ന് പറഞ്ഞില്ല, കുളിപ്പിക്കാനൊക്കെ ഒരുത്ത വന്ന് പോകുന്നുണ്ടായിരുന്നു. ഫുഡ് കാര്യങ്ങളൊക്കെ ഉണ്ടാക്കി കൊടുന്നേരായിരുന്നു. ഒരു ഉമ്മാൻ്റെ കർത്തവ്യം ഇത്താത്ത നിർവഹിച്ചിട്ടുമുണ്ട്. പക്ഷേ നമുക്ക് അവിടെ ചെറിയ ചെറിയ കാര്യങ്ങളൊക്കെ ഈ പറഞ്ഞ പോലെ ഇങ്ങനത്തൊക്കെ നമുക്ക് അഭിമുഖീകരിക്കണ്ട. നമ്മളെ ഉമ്മാടെ കാലിൻ്റെ അടിയിൽ തന്നെ നമ്മളെ സ്വർണ്ണം. ഉമ്മ ഒരു അതിന് തൻ്റെ ആണ് ഉമ്മാൻ്റെ ഒരു, അതൊന്നും എനിക്ക് എൻ്റെ ഉമ്മാൻ്റെ അടുത്ത് നിന്ന് കിട്ടിയിട്ടില്ല. പക്ഷെ എൻ്റെ ഉമ്മ ഈ മാനസികാവസ്ഥ തന്നെ എപ്പോഴും നോർമലി ഇതന്നെ അവസ്ഥ. നോർമലി ആവുമ്പോഴും ഏകദേശം വയ്യ എന്നുള്ളൊരു നിലപാടുണ്ടാകും. ഉമ്മാൻ്റെ അടുത്ത് പോയിട്ട് ഞാൻ ആ വീട്ടിൽ പോയിട്ട് പ്രസവിച്ച് കിടന്നിട്ട് എന്താ കാര്യം. അപ്പം ഞാൻ പറഞ്ഞേ ഞാനിവിടെ നിൽക്കാം, പെട്ടെന്ന് വയ്യാണ്ടൊക്കെ ആയാലും എന്ത് ചെയ്യും. കുട്ടിക്കാണെങ്കിൽ കഫക്കെട്ടും കാര്യങ്ങളും ഒക്കെ അങ്ങനെയൊക്കെ ആയിട്ട് മോനെ കഫക്കെട്ട് അങ്ങോട്ട് പോയിട്ട് ഇങ്ങോട്ട് വന്ന മോനാണത്. മോനെ കിട്ടൂല എന്നൊക്കെ പറഞ്ഞാണ്ട് ഞങ്ങൾ കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ കൊണ്ടുപോയിക്കോളി, കഫക്കെട്ട് നല്ലോണം ഉണ്ട്, ശ്വാസം എടുക്കാൻ ബുദ്ധിമുട്ട്, പ്രസവിച്ചുടനെ പാല് വലിച്ചെടുക്കാൻ ബുദ്ധിമുട്ട്, അങ്ങനത്തെ ഒക്കെ ഒരുപാട് കാര്യങ്ങൾ ഞാൻ ഫേസ് ചെയ്ത് വളർത്തി ഉണ്ടാക്കി. ആ കൊച്ചു മോനെയാണ് പിരിച്ചുകൊണ്ട് പോയത്. നമുക്ക് വിഷമമുണ്ട്. മോനൂസിന് അതൊന്നും അറിയില്ലല്ലോ. എന്നൊരു പക്ഷേ മോനൂസിന് ഈ വീഡിയോകളിൽ ഞാൻ വന്ന് പറയുമ്പോൾ എൻ്റെ മോനും യൂട്യൂബ് ചാനൽ കാണുന്ന ഒരാളാണ്. ഇത് കാണുമ്പോൾ ഒരു മോശത്തരായിട്ട് തോന്നിയേക്കാം. പക്ഷേ എനിക്ക് എൻ്റെ വിഷമങ്ങൾ പറയാതിരിക്കാൻ വയ്യ. നമ്മൾ എത്ര നാൾ ഉള്ളിലൊതുക്കി നിൽക്കും. നമുക്ക് ഇത്രയും കാലം ഒരു സഹോദരങ്ങൾ നമുക്ക് പറയാനില്ല. അപ്പോൾ ഇങ്ങനെയൊക്കെ വീഡിയോയിൽ വന്ന് പറയണമെങ്കിൽ അത് കാരണമുണ്ട്. എൻ്റെ മകൻ ഇന്ന് അവിടെയാണ്. അപ്പോൾ നമ്മളെ വിഷമങ്ങൾ കുറേയൊക്കെ ഉള്ളിലൊതുക്കാതെ നമ്മൾ തുറന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളാ മനസ്സിൻ്റെ വീർപ്പുമുട്ടൽ നമുക്ക് കുറേ മാറി കിട്ടും. ഒന്ന് റിലാക്സ് ആവും. കുറേ പേര് കേൾക്കാനുണ്ട്,
നല്ല വാക്കുകൾ പറയാനുണ്ട്, സമാധാനിപ്പിക്കാനുണ്ട്. അത് ആ ഒരു വാക്ക് നമുക്ക് ആശ്വാസമാണ് ജീവിതത്തിൽ. നമ്മൾ അറിയുന്ന കുറേ പേരുണ്ട്. അപ്പോൾ ഇങ്ങനെയും അനുഭവിച്ച പെൺകുട്ടികൾ ലോകത്തുണ്ട്. നാളെ വളർന്നു വരുന്ന പെൺകുട്ടികൾക്ക് അതൊരു മോട്ടിവേഷൻ ആവണം എന്നാണ് പറയുന്നത്. അപ്പോൾ ചെറിയ ഏജിൽ ഒരിക്കലും വിവാഹം ചെയ്ത് പഠിച്ച് ഒരു ജോലിയായിട്ട് മാത്രം നമ്മൾ വിവാഹത്തിലേക്ക് നീങ്ങുക, സ്വന്തം കാലിൽ നിൽക്കാനായിട്ട്. അത് പെൺകുട്ടികൾ ഉറച്ച തീരുമാനം എടുക്കേണ്ടതാണ്. കണ്ടില്ലേ, നമുക്ക് തരുന്ന സ്വർണം എന്താ, ഈ സ്വർണം നമ്മൾ എന്ത് ചെയ്യും, കല്യാണം കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ അവർ ഭർത്താവ് കൈകാര്യം ചെയ്യും. ഇത്രയും സ്വർണ്ണം ഉണ്ടായിരുന്നു. ഈ സ്വർണ്ണം എന്നൊക്കെ ഇതാണ്ടോ, ഈ കണ്ട വളകൾ, പാദസരമുണ്ട്, ഈ കഴുത്തിൽ വലിയൊരു മാല, ചെറുത് കാണുന്നത് മഹറാണ്, ഒരു നെക്ലേസ്, പണ്ടത്തെ അലമിനിയൊക്കെയാണ്. അപ്പം മോതിരങ്ങൾ, വളകൾ ഇതുണ്ടല്ലേ, 10 വളയോളം ഉണ്ട്. അത് നല്ല സെറ്റ് വള. അപ്പോൾ ഇത്രയും സ്വർണ്ണങ്ങൾ ആരുടെ കയ്യിലാണ്? എന്നോട് ചോദിക്കാതെ ഞാൻ ഗർഭിണിയായി ഹോസ്പിറ്റലിൽ കിടക്കുന്ന ടൈം എടുത്ത് നാത്തൂനും എൻ്റെ ഭർത്താവിനും കൂടിയിട്ട് വീട്ടിൽ അൽമാറയിലായിരുന്നു ഭർത്താവിൻ്റെ വീട്ടിൽ. അപ്പോൾ ഹോസ്പിറ്റലിൽ ആഭരണങ്ങൾ യൂസാക്കാൻ പറ്റുന്നില്ലല്ലോ. അതായത് ഞാൻ ഗർഭിണിയായിട്ട് റെസ്റ്റിൽ ഹോസ്പിറ്റലിൽ കിടക്കുന്ന സമയം, അപ്പോഴാണ് ഞാൻ വീഡിയോക്ക് ലെങ്ത്ത് പോയിട്ടോ. 2 വീഡിയോ ആക്കിയിട്ട് ഇടാം, ബാക്കി അടുത്ത വീഡിയോയിൽ പറയാം.